ആന്റിബോഡീസ് ഒരിക്കലും മറക്കരുത്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Seen in series is spleen. Then coming into gangrene. Gangrene എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a form of necrosis of the tissue with the superadded putrefaction. ഒരു putrefaction കൂടെ ആഡ് ഓൺ ആവുന്ന ഒരു നെക്രോസിസിനെയാണ് നമ്മൾ ഗാംഗ്രീൻ എന്ന് പറയുന്നത്. It is a form of necrosis of the tissues with the superadded putrefaction. ടൈപ്സ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഡ്രൈ ഗാംഗ്രീനും ഉണ്ട്, വെറ്റ് ഗാംഗ്രീനും ഉണ്ട്. സോ ഗാംഗ്രീൻ ഇസ് എ ഫോം ഓഫ് നെക്രോസിസ് ഓഫ് ദ ടിഷ്യൂസ് വിത്ത് സൂപ്പറാഡഡ് പ്യൂരിഫാക്ഷൻ. 2 ടൈപ്സ് ഉണ്ട്, ഡ്രൈ ഗാംഗ്രീൻ ആൻഡ് വെറ്റ് ഗാംഗ്രീൻ. ഇനി ഡ്രൈ ഗാംഗ്രീൻ എന്ന് പറയുന്ന സാധനവും വെറ്റ് ഗാംഗ്രീൻ എന്ന സാധനവും 2 ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഡ്രൈ ഗാംഗ്രീൻ എന്ന് പറയുന്നത് ആർട്ടീരിയൽ ഒക്ലൂഷൻ കൊണ്ടുണ്ടാവുന്നതും, വേറെ വെറ്റ് ഗാംഗ്രീൻ ഉണ്ടാവുന്നത് വീനസ് ഒബ്സ്ട്രക്ഷൻ കൊണ്ടിട്ടാണ്. ദെൻ ഡ്രൈ ഗാംഗ്രീൻ എന്ന് പറയുന്നത് ഡിസ്റ്റൽ ലിംസിലാണ് കാണുന്നത്, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് ഡ്യൂ ടു ഇസ്കീമിയ. വെറ്റ് ഗാംഗ്രീൻ എന്ന് പറഞ്ഞാൽ പേരിൽ പറയുന്ന പോലെ തന്നെ നാച്ചുറലി മോയ്സ്റ്റ് ഏരിയാസിലായിരിക്കും കാണുന്നത്, ലൈക്ക് മൗത്ത്, ലങ്സ് ആൻഡ് ബൾബ. ദെൻ ഡ്രൈ ഗാംഗ്രീനിലാണെങ്കിൽ കറക്റ്റ് ലൈൻ ഓഫ് സെപ്പറേഷൻ കാണാം. ഇത്രയും ഭാഗത്ത് ഡ്രൈ ഗാംഗ്രീൻ ആണെന്ന് നമുക്ക് കറക്റ്റ് ലൈൻ, ക്ലിയർ കട്ട് ലൈനിൽ നമുക്ക് പറയാൻ പറ്റും. ലൈൻ ഓഫ് സെപ്പറേഷൻ വിൽ ബി പ്രസന്റ് whereas it is absent in wet gangrene. Then dry gangrene എക്സാമ്പിൾസ് ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഡ്രൈ ഗാംഗ്രീൻ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടീരിയോസ്ക്ലീറോസിസ്, TAO, റൈനോട്ട്സ് ഡിസീസ്. വെറ്റ് ഗാംഗ്രീൻ ആണെങ്കിലോ ഡയബറ്റിക് ഫുട്ടും ബെഡ് സോഴ്സും. അപ്പം ഡയബറ്റിക് ഫുട്ടിലും ബെഡ് സോറിനും എക്സാമ്പിൾ അങ്ങനെയാണ് ചോദിക്കാറുള്ളത് മിക്കവാറും. ഡയബറ്റിക് ഫുട്ടും ബെഡ് സോറും ഇസ് എൻ എക്സാമ്പിൾ ഫോർ വെറ്റ് ഗാംഗ്രീൻ. എവിടെയാണ് കാണുന്ന വെറ്റ് ഗാംഗ്രീൻ? നാച്ചുറലി മോയ്സ്റ്റ് ഏരിയാസിലാണ്. ലൈൻ ഓഫ് സെപ്പറേഷൻ വിൽ ബി absent in the case of wet gangrene, whereas it is present in the case of dry gangrene. Dry gangrene ഏതൊക്കെ കണ്ടീഷൻ ആണ്? ആർട്ടീരിയോസ്ക്ലീറോസിസിലും TA എന്താ TAO thromboangiitis obliterans-ഉം റൈനോട്ട് ഡിസീസിലും ആണ്. thromboangiitis obliterans-ഉം റൈനോട്ട് ഡിസീസിലും ആർട്ടീരിയോസ്ക്ലീറോസിസും ആണ് ഡ്രൈ ഗാംഗ്രീൻ കാണുന്നത്. എപ്പോഴും ഡ്രൈ ഗാംഗ്രീൻ ആലോചിക്കുക, ഡിസ്റ്റൽ ടു ദ ലിംസിലായിരിക്കും കാണുക, ഡിസ്റ്റൽ ടു ദ ലിംസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്രൈ ഗാംഗ്രീൻ. ഓക്കെ. ഗ്യാസ് ഗാംഗ്രീൻ. ഗ്യാസ് ഗാംഗ്രീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കാറുണ്ട്, ക്ലോസ്ട്രീഡിയം വെൽച്ചി കൊണ്ടുണ്ടാകുന്നത്. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് വെറ്റ് ഗാംഗ്രീൻ. വെറ്റ് ഗാംഗ്രീന്റെ ഒരു ടൈപ്പ് മാത്രമാണ് ഗ്യാസ് ഗാംഗ്രീൻ. ക്ലോസ്ട്രീഡിയം വെൽച്ചി എന്ന സാധനം നോക്കണം. ഓക്കെ, വെറ്റ് ഗാംഗ്രീന്റെ ഒരു ടൈപ്പ് ആണ്, അത് മാത്രം ഓർത്താൽ മതി, പോയിന്റ്സ് മാത്രം. Then coming into dystrophic calcification. അപ്പം നമ്മള് അപ്പോപ്ടോസിസ് പറഞ്ഞു, നെക്രോസിസ് പറഞ്ഞു, ഇൻഫാക്ഷൻ പറഞ്ഞു, ഗാംഗ്രീൻ പറഞ്ഞു. അടുത്തത് ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ. ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡെപ്പോസിഷൻ ഓഫ് കാൽഷ്യം. കാൽസിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞല്ലോ. സോ ഡെപ്പോസിഷൻ ഓഫ് കാൽഷ്യം ഇൻ ഡെഡ് ആൻഡ് ഡീറേഞ്ച്ഡ് ടിഷ്യൂസ്. ഡിസ്ട്രോഫിക് ആയതുകൊണ്ട് ഡെഡ് ആൻഡ് ഡീറേഞ്ച്ഡ് ടിഷ്യൂസിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യുക. പക്ഷെ അവിടെ ബോഡിയിലോ നോർമൽ കാൽഷ്യം ലെവലും നോർമൽ കാൽഷ്യം മെറ്റബോളിസും ആയിരിക്കും. അതായത് ബോഡിയിൽ കാൽഷ്യം ലെവലും നോർമലാണ്, കാൽഷ്യം മെറ്റബോളിസം നോർമലാണ്. പക്ഷെ ഡെഡ് ആൻഡ് ഡീറേഞ്ച്ഡ് ടിഷ്യൂല് കാൽഷ്യം ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ. ദാറ്റ് ഇസ് ഡെപ്പോസിഷൻ ഓഫ് കാൽഷ്യം സോൾട്സ് ഇൻ ദ ഡെഡ് ആൻഡ് ഡീറേഞ്ച്ഡ് ടിഷ്യൂ വിത്ത് നോർമൽ കാൽഷ്യം ലെവൽസ് ആൻഡ് ദ നോർമൽ മെറ്റബോളിസം. ഇനി എവിടെയൊക്കെയാണ് കാൽസിഫിക്കേഷൻ കാണുന്നത്? കാൽസിഫിക്കേഷൻ ഇൻ ഡെഡ് ടിഷ്യൂസിന് എക്സാമ്പിൾ പറയുന്നതാണ് ഗ്യാസ് നെക്രോസിസ്, ഫാറ്റ് ആൻഡ് കേഷ്യസ് നെക്രോസിസ്. ഇൻഫാക്ഷനിൽ കാണുന്നത്, ത്രോംബയിൽ കാണുന്നത് ഹെമറ്റോമ, ഡെഡ് പാരസൈറ്റ്സ്, കൺജനൈറ്റൽ ടോക്സോപ്ലാസ്മോസിസ് ആൻഡ് ഗാമ ആന്റിബോഡീസ്. ഇവിടെയൊക്കെ കാണുന്ന കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡെഡ് ടിഷ്യൂസിൽ കാണുന്ന കാൽസിഫിക്കേഷൻ, ദാറ്റ് ഇസ് ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ. ഇതിന്റെ എല്ലാ എക്സാംസും പഠിക്കാൻ നിർബന്ധമില്ല. ഇതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. അത് അത് ഒരു പ്രാവശ്യം എങ്ങാണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഡിസ്ട്രോഫിക്കും കാൽസിഫിക്കേഷൻ ഡെഫിനിഷൻ കറക്റ്റ് ആണ്. നോർമൽ മെറ്റബോളിസവും നോർമൽ ലെവലും ആയിരിക്കും, പക്ഷെ ഡെഡ് ആൻഡ് ഡീറേഞ്ച്ഡ് ടിഷ്യൂസ് ആണ് കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ എക്സാംസും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ക്ലിയർ അല്ല? സൗണ്ടിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? സൗണ്ടിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കാൽസിഫിക്കേഷൻ ഇൻ ഡീറേഞ്ച്ഡ് ടിഷ്യൂസ്, അതായത് നാം പറഞ്ഞല്ലോ ഡെഡ് ടിഷ്യൂസിലാകാം ഡീറേഞ്ച് ടിഷ്യൂസിലാകാം. അപ്പൊ ഡെഡ് ടിഷ്യൂസിന് എക്സാമ്പിൾസും ഉണ്ട്, ഡീറേഞ്ച് ടിഷ്യൂസിന് എക്സാം. ഇത് പഠിക്കുന്ന നിർബന്ധം
ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇതിൽ ചില ക്വസ്റ്റ്യൻസ്, ചില ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളുണ്ട്. ഈ ഡീറേഞ്ച്ഡ് ടിഷ്യൂസിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാൽസിഫിക്കേഷനിൽ വരുന്നതിൽ സാമോമ ബോഡീസ് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ എക്സാമ്പിൾ ആലോചിക്കുക. ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ വിച്ച് ഇസ് സീൻ ഇൻ ഡീറേഞ്ച്ഡ് ടിഷ്യൂ. ബാക്കി മോങ്കിബഗ് സ്ക്ലീറോസിസും സാമോമ ബോഡീസും മാത്രം ആലോചിക്കുക. ബാക്കി ഇതെല്ലാം ഓർക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം ഓർക്കുക. കൂടുതൽ എക്സാമ്പിൾസ് പഠിക്കാൻ പറ്റുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നല്ലതാണ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ തലയിൽ നിൽക്കില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സാമോമ ബോഡീസും മോങ്കിബഗ് സ്ക്ലീറോസിസും ഡീറേഞ്ച്ഡ് ടിഷ്യൂസിൽ കാണുന്ന കാൽസിഫിക്കേഷൻ ആണെന്ന് മാത്രം ആലോചിക്കുക. ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ വിച്ച് ഇസ് സീൻ ഇൻ ഡീറേഞ്ച്ഡ് ടിഷ്യൂസ്, സാമോമ ബോഡീസ് ആൻഡ് ദ മോങ്കിബഗ് സ്ക്ലീറോസിസ്. അതർ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലം നീണ്ടു നിൽക്കുന്ന സ്കാറിൽ കാണുന്ന കാൽസിഫിക്കേഷൻ ഇസ് എൻ എക്സാമ്പിൾ ഫോർ എന്താണ് ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ. അതെറോമ, ട്യൂമേഴ്സ്, കാൽസിനോസിസ് ക്യൂട്ടിസ്, ഇതെല്ലാം സ്കിന്നിൽ കാണുന്ന കാൽഷ്യം ഡെപ്പോസിറ്റ് ആണ് കാൽസിനോസിസ്. അതെല്ലാം എക്സാമ്പിൾ ഫോർ എന്താണ് ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ? ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ എന്താണ്? കാൽഷ്യം മെറ്റബോളിസം, കാൽഷ്യം ലെവലും നോർമൽ ആണ്, പക്ഷെ ഡെഡ് ആൻഡ് ഡീറേഞ്ച് ടിഷ്യൂസിൽ ചെന്ന് കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യും. ആ എക്സാമ്പിൾസ് അറ്റ്ലീസ്റ്റ് എന്താണ് ഡീറേഞ്ച് ടിഷ്യൂസിലെ എക്സാമ്പിൾസ് എങ്കിലും ആലോചിക്കുക. സാമോമ ബോഡീസ് ആൻഡ് മോങ്കിബഗ് സ്ക്ലീറോസിസ്. ഇനി അടുത്ത കാൽസിഫിക്കേഷൻ ഇസ് മെറ്റാസ്റ്റാറ്റിക്. ഇതാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. മെറ്റാസ്റ്റാറ്റിക് കാൽസിഫിക്കേഷൻ എന്താണെന്ന്. മെറ്റാസ്റ്റാറ്റിക് കാൽസിഫിക്കേഷൻ occurs in apparently normal tissues. apparently normal എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നോർമൽ അല്ല, ഒരുവിധം. apparently എന്ന് പറഞ്ഞാൽ എന്താ? ഒരുവിധം നോർമൽ ടിഷ്യൂസ്. fully normal എന്ന് പറയുന്നില്ല. it occurs in apparently normal tissues. Here the calcium metabolism is deranged and there will be increased level of calcium in the blood. മറ്റവിടെ നമ്മൾ എന്ത് പറഞ്ഞു? ഡെഡ് ആൻഡ് ഡീറേഞ്ച് ടിഷ്യൂ ആണ്, പക്ഷെ കാൽഷ്യം ആൻഡ് കാൽഷ്യം ലെവൽസ് നമ്മളെ ബോഡിയിൽ നോർമൽ ആണ്, കാൽഷ്യം മെറ്റബോളിസം നോർമൽ ആണ്. മെറ്റാസ്റ്റാറ്റിക് ആണെങ്കിലോ apparently normal tissues are deposited, പക്ഷെ calcium level will be abnormally elevated and also the calcium metabolism is deranged. Most common site of metastatic calcification is seen in lungs. Important. എവിടെയാണ് metastatic calcification കൂടുതലും കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is seen in lungs. ഓക്കെ, ഇവിടെ കാൽഷ്യം മെറ്റബോളിസം ഡീറേഞ്ച്ഡ് ആണ്, കാൽഷ്യം ലെവൽ കൂടുതലാണ്, പക്ഷെ apparently normal ടിഷ്യൂസിൽ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഇസ് മെറ്റാസ്റ്റാറ്റിക് കാൽസിഫിക്കേഷൻ. ഇനി നമുക്ക് എക്സസ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ കാൽഷ്യം മെറ്റബോളിസം കൂടുതലാണ്, കാൽഷ്യം ബ്ലഡിൽ കൂടുതലാണ്. അത് പക്ഷെ എവിടുന്ന് ഉണ്ടാവണം? ഒന്നെന്ന് പറഞ്ഞാൽ ഒന്നീ കാൽഷ്യം ബോണിൽ നിന്ന് എക്സസീവ് ആയിട്ട് പൊക്കോണ്ടിരിക്കുവാണ്, എക്സസീവ് ആയിട്ട് ബോണിൽ നിന്ന് കാൽഷ്യം മൊബിലൈസ് ചെയ്യുവാണ്. അത് ഏതൊക്കെ കണ്ടീഷൻസിലായിരിക്കാം? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹൈപ്പർ പാരാതൈറോയിഡിസം, ബോണി ഡിസ്ട്രക്റ്റീവ് ലീഷൻസ്, അല്ലെങ്കിൽ പ്രോങ്ഡ് ഇമ്മൊബിലൈസേഷൻ. കുറെ കാലം ഇങ്ങനെ അനങ്ങാതെ കിടക്കുവാണ്, അല്ലെങ്കിൽ ഹൈപ്പർ പാരാതൈറോയിഡിസം ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ബോണി ഡിസ്ട്രക്റ്റീവ് ലീഷൻ ഉള്ള അവരുടെയൊക്കെ ബ്ലഡിൽ എന്തായിരിക്കും? കാൽഷ്യം ലെവൽ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ കാൽഷ്യം ലെവൽ കൂടി? ബോൺസിൽ നിന്ന് കൂടുതലായിട്ട് കാൽഷ്യം മൊബിലൈസ് ചെയ്ത് ബ്ലഡിലോട്ട് ഉണ്ടായി. അപ്പോ they are prone for metastatic calcification. ഇനി അല്ലെങ്കിൽ അയാൾ കഴിക്കുന്ന കാൽഷ്യം ഫുഡിൽ ഭയങ്കര കൂടുതലാണ്, അതായത് ഹൈപ്പർ വിറ്റമിനോസിസ് ബി, മിൽക്ക് ആൽക്കലി സിൻഡ്രോം, ഹൈപ്പർ കാൽസ്യം ഓഫ് ദി ഇൻഫൻസി, ഇതൊക്കെയാണ് റീസൺ ഫോർ ഡയറ്റിൽ കാൽഷ്യം കൂടുതൽ. അപ്പം നമ്മൾ പറഞ്ഞു കാൽഷ്യം ബ്ലഡിൽ കൂടുതലാണ്, കാൽഷ്യം മെറ്റബോളിസം ഡീറേഞ്ച്ഡ് ആണ് ഇൻ ദ കേസ് ഓഫ് മെറ്റാസ്റ്റാറ്റിക് കാൽസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്? കാൽഷ്യം എങ്ങനെ ബ്ലഡിൽ വരാം? ഒന്നീ ബോണിൽ നിന്ന് കൂടുതൽ മൊബിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കാൽഷ്യം കൂടുതലായിരിക്കാം. അപ്പൊ അത് രണ്ടിന്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. എന്താ ബോണിൽ നിന്ന് വരുന്ന കണ്ടീഷനൊക്കെയാണ് ഹൈപ്പർ പാരാതൈറോയിഡിസം, ബോണി ഡിസ്ട്രക്റ്റീവ് ലീഷൻസും, പ്രൊലോങ്ഡ് ഇമ്മൊബിലൈസേഷനും. എക്സസീവ് ആയിട്ട് കാൽഷ്യം അബ്സോർബ് ചെയ്യുന്ന കണ്ടീഷൻസ് ഹൈപ്പർ വൈറ്റമിനോസിസ് ബി, മിൽക്ക് ആൽക്കലി സിൻഡ്രോം ആൻഡ് ഹൈപ്പർ കാൽസ്യം ഓഫ് ദി ഇൻഫൻസി. ഇനി ലാസ്റ്റ് പോയിന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാൽസിഫിക്കേഷൻ എല്ലാ സെൽസിലും ബിഗിൻ ചെയ്യുന്നത് മൈറ്റോകോൺഡ്രിയയിൽ നിന്നാണ്, എക്സെപ്റ്റ് കിഡ്നി. കിഡ്നിയിൽ ഒഴികെ എല്ലാ സെൽസിലും നമ്മുടെ എവിടെയാണ് കാൽസിഫിക്കേഷൻ ബിഗിൻ ചെയ്യുന്നത്? മൈറ്റോകോൺഡ്രിയയിലാണ്. കിഡ്നിയിൽ മാത്രം ബേസ്മെന്റ് മെംബ്രെയിനിലാണ് കാൽസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ബേസ്മെന്റ് മെംബ്രെയിനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാൽസിഫിക്കേഷൻ എവിടെയാണ്? കിഡ്നിയിൽ. ബാക്കി എല്ലാ സെൽസിലും കാൽസിഫിക്കേഷൻ ബിഗിൻസ് ഇൻ മൈറ്റോകോൺഡ്രിയ. ഓക്കെ, then coming into amyloidosis. അപ്പം കാൽസിഫിക്കേഷൻ കഴിഞ്ഞു, അടുത്തതാണ് അമൈലോസിസ്. അമൈലോസിസ് ഇസ് നത്തിങ് ബട്ട് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ്, ഒരു
ഗ്രൂപ്പ് ഓഫ് ഡിസീസിനെ പറയുന്ന പേരാണ് അമൈലോയിഡ്സിസ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്ട്രാ സെല്ലുലാർ ഡെപ്പോസിഷൻ ഓഫ്, സെല്ലിന്റെ പുറത്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എന്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു? ഫിബ്രിലാർ പ്രോട്ടീനേഷ്യസ് സബ്സ്റ്റൻസ് കോൾഡ് അമൈലോയിഡ്. അതായത് ഒരു ഫിബ്രിലാർ പ്രോട്ടീനേഷ്യസ് സബ്സ്റ്റൻസിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, എവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന? സെല്ലിന്റെ പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് അമൈലോയിഡ്സിസ്. ഇത് ആ അമൈലോയിഡിന്റെ പ്രത്യേകത എന്താണ്? ഈ സെല്ലിന്റെ പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ പ്രോട്ടീന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ ഹാവിംഗ് എ കോമൺ മോർഫോളജിക്കൽ അപ്പിയറൻസ്. എല്ലാ പ്രോട്ടീൻസും കാണാൻ ഒരുപോലെ ഇരിക്കും. ദേ ഹാവ് ദ സെയിം സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫിസിക്കൽ സ്ട്രക്ചർ, ബട്ട് വിത്ത് വേരിയബിൾ പ്രോട്ടീൻ. ആ പ്രോട്ടീന്റെ അകത്ത് ഉള്ള സാധനങ്ങൾ വേരിയബിൾ ആയിരിക്കും. ദേ ഹാവ് എന്താ, കാണാൻ സിമിലർ ആയിരിക്കും, സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും, ഫിസിക്കൽ സ്ട്രക്ചർ വിൽ ബി സിമിലർ, ബട്ട് ദർ വിൽ ബി ഹാവിംഗ് വേരിയബിൾ പ്രോട്ടീൻ. അമൈലോയിഡിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. അമൈലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ സെല്ലർലി നമ്മുടെ സെല്ലിന്റെ പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ഫിബ്രിലാർ പ്രോട്ടീനേഷ്യസ് സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് അമൈലോയിഡ്. അപ്പം ഈ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ഉണ്ടാവും. ആ ഗ്രൂപ്പ് ഓഫ് ഡിസീസിന് പറയുന്ന പേരാണ് അമൈലോയിഡ്സിസ്. Okay, amyloidosis is a group of disease characterized by the deposition of the fibrillar proteinous substance called amyloid, having common morphological appearance, staining properties, and physical structure, but with a variable protein. Most commonly, ഏത് ഓർഗനെയാണ് അമൈലോയിഡ്സിസ് അഫക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ it will be kidney. കിഡ്നിനെയാണ് മോസ്റ്റ് കോമൺലി അഫക്ട് ചെയ്യുന്നത്. 80% കേസും കിഡ്നിനെയാണ്. Then കിഡ്നിയെ എഫക്ട് ചെയ്താൽ എന്തൊക്കെ സംഭവിക്കുന്നു പറഞ്ഞാൽ കിഡ്നിയുടെ സെല്ലിന് പുറത്ത്, അതായത് എക്സ്ട്രാ സെല്ലുലർലി ഒരു അമൈലോയിഡ് എന്താ, ഫിബ്രില്ലാർ പ്രോട്ടീനേഷ്യസ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യും. അതിനെയാണ് റീനൽ അമൈലോയിഡ്സിസ് എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്തൊക്കെ റീനൽ ചേഞ്ചസ് ഉണ്ടാകാം? പ്രോട്ടീനൂറിയ വരാം, ഹൈപ്പോ ആൽബിനൂറിയ വരാം, എഡിമ വരാം, അനാസർക്കറി. എന്തുകൊണ്ട് എഡിമ വന്ന? പ്രോട്ടീൻസിൽ നമ്മൾ യൂറിനിൽ കൂടെ പ്രോട്ടീൻസ് നഷ്ടമാകുമ്പോൾ ബ്ലഡിൽ നമ്മുടെ പ്രോട്ടീൻസ് ഒന്നും ഇല്ല. അങ്ങനെ ഹൈപ്പോ ആൽബിനീമിയ വന്നു, എഡിമ വന്നു, ഓസ്മോട്ടിക് പ്രഷർ ഒന്നും വെക്കാൻ പറ്റുന്നില്ല, ഓങ്കോട്ടിക് പ്രഷർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ എഡിമ വന്നു, അനാസാർക്ക് വന്നു. ഓക്കെ, സോ റീനൽ അമൈലോയിഡ്സിന്റെ ഫീച്ചേഴ്സും ചോദിച്ചാൽ യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോയി, ബ്ലഡിൽ അപ്പം ആൽബുമിൻ ഇല്ല, ഹൈപ്പോ ആൽബിനൂറിയ. അത് കാരണം നമ്മളെ എഡിമ വന്നു, അനാസാർക്ക് വന്നു. ഓക്കെ, കാർഡിയാക്കിലും വരാം ഈ അമൈലോയിഡ്സിസ് പറഞ്ഞ ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഡെപ്പോസിറ്റ് ഓഫ് ദിസ് അമൈലോയിഡ് ക്യാൻ ഒക്കർ ഇൻ കാർഡിയാക് ടിഷ്യൂസ് ഓൾസോ. അങ്ങനെ ഞാൻ പറയുന്ന പേരാണ് കാർഡിയാക് അമൈലോയിഡ്സിസ്. അങ്ങനെ കാർഡിയാക് അമൈലോയിഡ്സിസ് സംഭവിച്ചു കഴിഞ്ഞാൽ കാർഡിയാക് മയോപ്പതിയും ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷനുമാണ് മെയിൻ ഫീച്ചേഴ്സ്. ഇത് രണ്ടും മാത്രം അറിഞ്ഞിരിക്കുക. ഹാർട്ടിലാണ് അമൈലോയിഡ്സിസ് സംഭവിച്ചെങ്കിൽ ആ വ്യക്തിക്ക് കാർഡിയോ മയോപ്പതിയും ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷനും ഉണ്ടാകും. ഓക്കെ, ഇനി ന്യൂറോളജിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അമൈലോയിഡ്സിസ് പറഞ്ഞാൽ നെർവ്സിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ആണെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം വരാം, പെരിഫറൽ സെൻസറി ന്യൂറോപ്പതി വരാം. പിന്നെ നാക്കിലൊക്കെ ആണെങ്കിൽ അമൈലോയിഡ്സിസ് ആണെങ്കിൽ മാക്രോഗ്ലോസിയ വരാം. സോ മാക്രോഗ്ലോസിയ ഇസ് ഇമ്പോർട്ടന്റ് സിംറ്റം. മാക്രോഗ്ലോസിയ കാണുന്ന കണ്ടീഷൻ ഏതാണെന്ന് എപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്. അമൈലോയിഡ്സിസിൽ മാക്രോഗ്ലോസിയ കാണാം. സോ നെർവ്സിലാണെങ്കിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം, പെരിഫറൽ സെൻസറി ന്യൂറോപ്പതി, നാക്കിലാണെങ്കിൽ മാക്രോഗ്ലോസിയ വരാം. ഓക്കെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു പല സ്ഥലത്തും ചെന്ന് ഈ അതായത് അമൈലോയിഡ് ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ആ അമൈലോയിഡിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു? സെയിം സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസ് ആയിരിക്കും, സെയിം മോർഫോളജിക്കൽ അപ്പിയറൻസ് ആയിരിക്കും, പക്ഷെ പ്രോട്ടീൻസ് വേരിയബിൾ ആണെന്ന് പറഞ്ഞു. ആ വേരിയബിൾ ആയ പ്രോട്ടീൻസ്, ചില ഇമ്പോർട്ടന്റ് പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. ആദ്യത്തെ പ്രോട്ടീൻ ആണ് AL അല്ലെങ്കിൽ അമൈലോയിഡ് ലൈറ്റ് ചെയിൻ പ്രോട്ടീൻ. Or the amyloid light chain protein. Amyloid light chain protein is produced by the immunoglobulin secreting cell. ഏതാണ് immunoglobulin secreting cell? ആരാണ് immunoglobulin secrete ചെയ്യുന്ന സെൽ അല്ലെങ്കിൽ immunoglobulin producer സെൽ ആരാണ്? ആരാണ്? സെക്കൻഡ് ലൈനിൽ ആൻസർ ഉണ്ട്, പ്ലാസ്മ സെൽ. അതുകൊണ്ട് തന്നെ പ്ലാസ്മ സെൽ ഡിസ്പ്ലേഷ്യസിലായിരിക്കും amyloid light chain proteins കാണുന്നത്. Okay, so amyloid light chain protein is produced by the immunoglobulin secreting cell and plasma cell. So they are associated with plasma cell dysplasias. അതുകൊണ്ട് തന്നെ it is seen in ഏത് കണ്ടീഷൻ ആയിരിക്കും? മൾട്ടിപ്പിൾ മൈലോമ, മൾട്ടിപ്പിൾ പ്ലാസ്മ സെൽ ഡിസോർഡർ അല്ലേ? അതുകൊണ്ട് തന്നെ it is seen in multiple myeloma and also in primary amyloidosis. So important ആണ് amyloid light chain എന്ന സാധനം immunoglobulin producing
മസിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്ലാസ്മ സെൽ ഡിസ്പ്ലേഷ്യാസ് എന്ന ഡിസോർഡേഴ്സ്, പ്ലാസ്മ സെൽ ഡിസോർഡേഴ്സിലുള്ള കണ്ടീഷൻസിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏത് കണ്ടീഷനിലായിരിക്കും? മൾട്ടിപ്പിൾ മൈലോമയും പ്രൈമറി അമൈലോയിഡോസിസിലും കാണുന്ന പ്രോട്ടീൻ ആണ് അമൈലോയ്ഡ് ലൈറ്റ് ചെയിൻ. ദെൻ എ അല്ലെങ്കിൽ അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ, ഇതൊക്കെ നമ്മുടെ ഹർഷ്മോഹനിൽ പറയുന്നുണ്ട്. എൽ അമൈലോസിസിനകത്ത് പറയുന്ന സാധനങ്ങളാണ്. അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ, ഈ പ്രോട്ടീൻ എവിടുന്നാ ഉണ്ടാവുന്നത്? സെറം അസോസിയേറ്റഡ് അല്ല, സെറം അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ നിന്നുണ്ടാവുന്നതാണ് അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ. ഈ സെറം അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എൻ അക്യൂട്ട് ഫേസ് റിയാക്ടന്റ് പ്രോട്ടീൻ സിന്തസൈസ് ഇൻ ദ ലിവർ. RE സെൽസ് ഓഫ് ദ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അക്യൂട്ട് ഫേസ് റിയാക്ടന്റ് പ്രോട്ടീൻ ആണ് എന്താണ്? ഈ SAA അല്ലെങ്കിൽ സെറം അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ. വേറെ ഏതെങ്കിലും അക്യൂട്ട് ഫേസ് റിയാക്ടന്റ് പ്രോട്ടീൻ അറിയാമോ? നമ്മൾ യൂഷ്വലി നമ്മൾ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന ഒരു അതുപോലത്തെ ഒരു അക്യൂട്ട് ഫേസ് റിയാക്ടന്റ് പ്രോട്ടീൻ ആണ് ഈ സെറം അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ. ഇറ്റ് ഇസ് സിന്തസൈസ് ഇൻ ദ ലിവർ. അതിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രോട്ടീൻ ആണ് അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെറം അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ വിച്ച് ഇസ് ആൻ അക്യൂട്ട് ഫേസ് റിയാക്ടന്റ് പ്രോട്ടീൻ ഏതൊക്കെ കണ്ടീഷനിലാണ് കൂടുതലായിട്ട്? നമ്മൾ CRP കൂടുന്നത് പറയുന്ന പോലെ ഈ സെറം അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീനും കൂടുന്ന കണ്ടീഷൻ ഉണ്ട്. അത് ഏതൊക്കെ കണ്ടീഷനിലാണ് കൂടുതൽ കഴിഞ്ഞാൽ? ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, ട്രോമാറ്റിക് കണ്ടീഷൻസ്, സെക്കൻഡറി അമൈലോയിഡോസിസ്, TB, osteomyelitis, bronchiectasis, rheumatoid arthritis, ankylosing spondylitis, renal cell carcinoma, Hodgkin's disease, familial Mediterranean fever. ഇത് വേറെ ഒരു രക്ഷയും ഇല്ല. എക്സാമ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്ങനെയെങ്കിലും പഠിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ പഠിക്കുമ്പം ലാബ് ഡയഗ്നോസിസിൽ ഇന്ന സാധനങ്ങൾ കൂടുന്നു എന്ന് പഠിക്കണം. അങ്ങനെ എന്തെങ്കിലും പഠിച്ചു പറ്റും. സെറം അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയുന്ന അക്യൂട്ട് ഫേസ് റിയാക്ടന്റ് പ്രോട്ടീൻ ഏതൊക്കെ ഡിസീസ് കണ്ടീഷനിലാണ് കൂടുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഇതൊക്കെയാണ്. അതിന് ഷോർട്ട് ഫോം ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനും ഇത് മുഴുവനൊന്നും എനിക്ക് ഓർക്കാൻ പറ്റാറില്ല. അപ്പം പറ്റുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പറ്റുവാണെങ്കിൽ, എല്ലാ എക്സാംസും ഓർക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ഇതില് ചോദിക്കുന്ന സ്ഥിരമായിട്ട് ചോദിച്ചാൽ എല്ലാ ഓപ്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ചെയ്യും. മിക്കവാറും UPSC-യിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് സെറം അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ ഇതിലെ കൂടുതൽ. കാരണം ഇത് കുറച്ചുകൂടി ഒരു ഡീപ്പർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ അങ്ങനെ എഴുതാനൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പോയിന്റ് പഠിക്കണം. ഓക്കെ. ദെൻ നമ്മൾ അമൈലോയ്ഡ് ലൈറ്റ് ചെയിൻ പറഞ്ഞു, അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ പറഞ്ഞു. അതുപോലത്തെ ഒരു പ്രോട്ടീൻ ആണ് TTR, ട്രാൻസ് തൈറെക്റ്റിൻ പ്രോട്ടീൻ. ഈ ട്രാൻസ് തൈറെക്റ്റിൻ തന്നെ പേരിൽ തന്നെ ഉണ്ട്. ഇത് എന്തായിരിക്കും എന്തെങ്കിലും ഉണ്ടാവോ? ട്രാൻസ് തൈറെക്റ്റിൻ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന പേരിൽ നിന്ന് പറയാമോ? ട്രാൻസ് തൈറെക്റ്റിൻ transportation of thyroxine. Transportation. Thyroxine, retinol. Thyroid. Transport of thyroxine and retinol ആണ് ഈ ഒരു പ്രോട്ടീന്റെ പ്രത്യേകത. ഓക്കെ, അതിന്റെ പേരിൽ തന്നെയാണ് ട്രാൻസ് തൈറെക്റ്റിൻ, ട്രാൻസ്പോർട്ട് ഓഫ് തൈറോക്സിൻ ആൻഡ് റെക്റ്റിനോൾ. മിക്കവാറും ചില പ്രോട്ടീൻസിന്റെ പേരിലോ അല്ലെങ്കിൽ ചില എന്തെങ്കിലും പേര് പറയുമ്പോൾ അതിന് മീനിങ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ട്രാൻസ് തൈറെക്റ്റിൻ എന്ന് പറയുന്നത് ദേ ആർ ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് തൈറോക്സിൻ ആൻഡ് റെക്റ്റിനോൾ. ഇതും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസിൽ. ഇപ്പൊ നമ്മള് ഹോമിയോ ബുക്കിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ പണ്ട് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്തൊക്കെ വെക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അതായത് ട്രാൻസ് തൈറെക്റ്റിനോൾ എവിടെയോ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴാണെന്നുള്ളതൊന്നും ഓർമ്മയില്ല. ചോദിച്ചിട്ടുണ്ട് ട്രാൻസ് റെക്റ്റിൻ ട്രാൻസ്പോർട്ട്സ് തൈറോക്സിൻ ആൻഡ് റെക്റ്റിനോൾ. തൈറോക്സിൻ ചിലപ്പോൾ വെറും തൈറോക്സിൻ മാത്രമായിരിക്കും, ചിലപ്പോൾ റെക്റ്റിൻ. പക്ഷെ പേരിൽ തന്നെ ആൻസർ ഉണ്ട്, തൈറോക്സിൻ റെക്റ്റിനോളും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണെന്ന്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ സിന്തസൈസ്ഡ് ഇൻ ലിവർ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യം എന്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അതും ലിവറിൽ തന്നെ സിന്തസൈസ് ചെയ്യുന്നതാണ്. ഇനി അടുത്തൊരു പ്രോട്ടീൻ ആണ് അമൈലോയ്ഡ് TTR മ്യൂട്ടന്റും അമൈലോയ്ഡ് TTR നോർമൽ. അപ്പം അമൈലോയ്ഡ് ലൈറ്റ് ചെയിൻ,
അമൈലോയ്ഡ് ലൈറ്റ് ചെയിൻ പറഞ്ഞു, അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ പറഞ്ഞു, പിന്നെ എന്താ ട്രാൻസ് തൈറക്റ്റിൻ പറഞ്ഞു, പിന്നെ നമ്മൾ എന്താ പറഞ്ഞു, ഇവിടെ ഒരു പ്രോട്ടീൻ പറഞ്ഞു, സെറം അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീൻ പറഞ്ഞു, ട്രാൻസ് തൈറക്റ്റിൻ പറഞ്ഞു. അതുപോലത്തെ ഒരു പ്രോട്ടീനാണ് അമൈലോയ്ഡ് TTRും. അമൈലോയ്ഡ് TTR മ്യൂട്ടന്റും നോർമലും. മ്യൂട്ടന്റ് കാണുന്ന ഏത് കണ്ടീഷനാണ്? ഫെമിലിയൽ അമൈലോയ്ഡ് ന്യൂറോപ്പതീസിലും നോർമൽ കാണുന്ന സിസ്റ്റമിക് സെനൈൽ അമൈലോയിഡ്സിസും. ഇതിനെ കുറിച്ച് നമ്മുടെ ഹർഷമോഹനിലും വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇത് എക്സാമ്പിൾസ് പക്ഷെ എഴുതിയിട്ടുണ്ട്. ഫെമിലിയൽ അമൈലോയ്ഡ് ന്യൂറോപ്പതിയും മറ്റേത് സിസ്റ്റമിക് സെനൈൽ അമൈലോയിഡ്സിസ്. പറ്റുവാണെങ്കിൽ ഓർക്കുക, മെയിൻ ആയിട്ട് ഈ അമൈലോയ്ഡ് ലൈറ്റ് ചെയിൻ പ്ലാസ്മ സെൽ ഡിസ്പേഷ്യ ഇമ്പോർട്ടന്റ് ആണ്. അമൈലോയ്ഡ് ലൈറ്റ് ചെയിന്റെ അമൈലോയ്ഡ് അസോസിയേറ്റഡ് പ്രോട്ടീനിന്റെ അത് ഓർക്കുക, ട്രാൻസ് തൈറക്റ്റിനും ഓർക്കുക. ഇത് പറ്റുവാണെങ്കിൽ ഓർക്കുക. ഓക്കെ, എല്ലാം കൂടി ഒന്നും പറ്റത്തില്ല, പക്ഷെ എന്നാലും ഓർക്കാൻ പറ്റുന്നതൊക്കെ ഓർക്കുക. ഇനി അതുപോലത്തെ ഒരു അടുത്ത പ്രോട്ടീനാണ് A-beta-2 microglobulin. A-beta-2 microglobulin is deposited in the synovium, joints, tendon sheath and the subchondral bones. ഇത് എവിടെയൊക്കെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ബോൺസില്, എവിടെ ബോൺസില്? സബ്കോൺട്രിയത്തിലാണ്. സബ്കോൺട്രിയൽ ബോൺസ്, tendon sheath, synovium and in joints. beta-2 microglobulin എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോർമൽ കമ്പോണന്റ് ഓഫ് ദ MHC. MHC എന്താണ്? മേജർ ഹിസ്റ്റോകോംപാക്റ്റബിലിറ്റി കോംപ്ലക്സ്. അതിലെ ഒരു നോർമൽ കമ്പോണന്റ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് എ ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് നോട്ട് ഫിൽറ്റർഡ് ഡ്യൂറിങ് ഹീമോഡയാലിസിസ്. അതായത് അതാണ് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ദിസ് A-beta-2 microglobulin is associated with hemodialysis. അതാണ് ക്വസ്റ്റ്യൻ. beta-2 microglobulin is associated with ഓപ്ഷൻസ് തരുന്നതിൽ ഹീമോഡയാലിസിസ് ഉണ്ടെങ്കിൽ ഹീമോഡയാലിസിസ് ആണ് കൊടുക്കേണ്ടത്. കാരണം ഇറ്റ് ഇസ് എ നോർമൽ കണ്ടന്റ് ഓഫ് ദ MHC ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഫിൽറ്റർഡ് ഡ്യൂറിങ് ഹീമോഡയാലിസിസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹീമോഡയാലിസിസ്. എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? സൈനോവിയം, ജോയിന്റ്സ്, ടെൻഡൻ ഷീത്ത് ആൻഡ് സബ്കോൺട്രൽ ബോൺസ്. ഓക്കെ, അടുത്തത് ഇതും വേറെ കാര്യമൊന്നുമില്ല, സിംഗിൾ ലൈൻ ആണ്, പഠിക്കേണ്ടതാണ്. ബീറ്റ അമൈലോയ്ഡ് പ്രോട്ടീൻ. സെറിബ്രൽ പ്ലേക്കിലൊക്കെ ബീറ്റ അമൈലോയ്ഡ് പ്രോട്ടീൻ ആണ് കാണുന്നത്. ദെൻ കാൽസിറ്റോണിൻ നമ്മൾ പഠിച്ചു, മെഡുലറി കാൽസ്ട്രോം ഓഫ് തൈറോയിഡിൽ കാണുന്ന പ്രോട്ടീൻ ആണ്. പിന്നെ ഐലറ്റ് അമൈലോയ്ഡ് പെപ്റ്റൈഡ് കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. ഇതൊക്കെ സിംഗിൾ ലൈൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഞാൻ ജസ്റ്റ് അത് മാത്രം എടുത്ത് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. അമൈലോയിഡോസിസ് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന റോക്കറ്റ് ആൻഡ് സ്കീം, നെയിം ചെയ്തിരിക്കുന്ന വെർച്ചു ആണ്. വെർച്ചു വേറൊരു സാധനം കൂടി കൊണ്ടുവന്നല്ലോ, ഓർമ്മയുണ്ടോ? ഫിഫ്ത് സൈൻ, ലോസ് ഓഫ് ഫങ്ഷൻ. ഓക്കെ, അമൈലോയിഡോസിന്റെ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കോങ്കോ റെഡ് ആണ് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ. ഓക്കെ, പിന്നെ നമ്മൾ പോളറൈസിങ് മൈക്രോസ്കോപ്പ് വഴി അമൈലോയിഡോസിസ് ഉള്ള ഒരു ടിഷ്യൂവിന്റെ അടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ആപ്പിൾ ഗ്രീൻ ബൈർഫിൻജൻസ് കാണാൻ പറ്റും. അതായത് ഇങ്ങനത്തെ ഒരു പച്ച കളറുള്ള സാധനം, ഇതാണ് അമൈലോയിഡോസിസ് സംഭവിച്ചൊരു ടിഷ്യൂവിനെ കാണുന്നത്. നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ കോങ്കോ റെഡ് വെച്ച് നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അമൈലോയിഡോസിസ് പോസിറ്റീവ് ആണ്. ഓക്കെ, ഇതാണ് നമ്മള് അമൈലോയിഡോസിസിനെ കാണാൻ. ഇതില് ശരിക്കും പറഞ്ഞാൽ അമൈലോയിഡോസിസ് A-beta-2 മൈക്രോഗ്ലോബിൻ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസ് തൈറക്റ്റിൻ, ട്രാൻസ്പോർട്ട് തൈറോക്സിൻ, റെക്ടോൾ ഇമ്പോർട്ടന്റ് ആണ്. SAA ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. അമൈലോയ്ഡ് ലൈറ്റ് ചെയിൻ അസോസിയേറ്റഡ് പ്ലാസ്മ സെൽ ഡിസ്പേഷ്യസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ദെൻ മാക്രോഗ്ലോസിയം അമൈലോയിഡോസിസിൽ കാണും എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ സാഗോസ്പ്ലീൻ. സാഗോസ്പ്ലീൻ എന്താണെന്ന് പറഞ്ഞാൽ സ്പ്ലീനോമെഗാലി ഈസ് നോട്ട് മാർക്ഡ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൽ വാക്സിൻ നോഡ്യൂൾസ് ഇൻ ദ സ്പ്ലീനിക് ഫോളിക്കിൾ സ്പെയറിംഗ് ദ റെഡ് പൾപ്പ് സൈനസ്. അപ്പം ഇപ്പൊ സ്പ്ലീനിൽ റെഡ് പൾപ്പും ഉണ്ട്, ഒരു സ്പ്ലീനിക് ഫോളിക്കിൾസും ഉണ്ടെന്ന് അറിയാലോ. അപ്പം സാഗോസ്പ്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പ്ലീനിലെ റെഡ് പൾപ്പിനൊന്നും ഇൻവോൾവ് ചെയ്തിട്ടില്ല, പക്ഷെ സ്പ്ലീനിക് ഫോളിക്കിൾസിൽ കുറച്ച് വാക്സി ആയിട്ടുള്ള നോഡ്യൂൾസ് കാണാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്നത് സാഗോസ്പ്ലീൻ എന്ന്. പക്ഷേ ലാർഡേഷ്യസ് സ്പ്ലീൻ എന്ന് പറയുമ്പോൾ റെഡ് പൾപ്പിനെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്, സ്പ്ലീനിക് ഫോളിക്കിൾസിന് ഒന്നും കാണില്ല. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ലാർഡേഷ്യസ് എന്ന് പറയുമ്പോഴേക്കും എന്താണ് റെഡ് പൾപ്പില് ഇൻവോൾവ്മെന്റ് ഉണ്ട്. മറ്റേതിലാണെങ്കിലോ സാഗോയിലാണെങ്കിൽ റെഡ് പൾപ്പിന് ഇല്ല. സാഗോ എസ് ഫോർ സ്പ്ലീനിക് ഫോളിക്കിൾസ് ആലോചിക്കാം. സാഗോ സ്പ്ലീനിന്റെ എസ്, ദാറ്റ് ഇസ് ഇറ്റ് ഇൻവോൾവ്സ് ദ സ്പ്ലീനിക് ഫോളിക്കിൾസ്. ലാർഡേഷ്യസിൽ R ഉണ്ട്, സോ ഇറ്റ് ഇൻവോൾവ്സ് ദ
ലാർഡിന്റെ 6 ഇറ്റ് ഇൻവോൾവ്സ് റെഡ് പൾപ്പ്. പക്ഷെ അവിടെ സ്പ്ലീനിക് ഫോളിക്കിൾസിനെ ഇൻവോൾവ് ചെയ്യുന്നില്ല. അങ്ങനെ ആലോചിക്കാം. അപ്പം സാഗോയില് എസ് ഉണ്ട്, സോ ഇറ്റ് ഇൻവോൾവ്സ് സ്പ്ലീനിക് ഫോളിക്കിൾസ്, റെഡ് പൾപ്പിനെ സ്പെയർ ചെയ്യുന്നു. ലാർഡേഷ്യസിലെ ലാർഡില് 6 ഉണ്ട്, സോ ഇറ്റ് ഇൻവോൾവ്സ് റെഡ് പൾപ്പ് സ്പെയറിംഗ് ദ സ്പ്ലീനിക് ഫോളിക്കിൾസ്. ഓക്കെ, ഇതാണ് സാഗോസ്പ്ലീൻ. നമ്മുടെ ചെറിയ ഗ്ലോബ്യൂൾസ് പോലെ ഇരിക്കില്ലേ, ആ സാധനങ്ങളെല്ലാം സ്പ്ലീനിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ വാക്സിൻ ന്യൂഡ്യൂൾസ് ഡെപ്പോസിറ്റ് എവിടെയാണ്? S4 എവിടെയാണ് സാഗോസ്പ്ലീനിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? സാഗോസ്പ്ലീനിലെ ഫോളിക്കിൾസ്, അതായത് സ്പ്ലീൻ. പക്ഷെ റെഡ് പൾപ്പ് അവിടെ എഫക്റ്റഡ് അല്ല. പക്ഷെ ലാർഡേഷ്യസ് ആണെങ്കിൽ റെഡ് പൾപ്പിനെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്, സ്പ്ലീനിക് ഫോളിക്കിൾസിനെ എഫക്ട് ചെയ്യുന്നില്ല. രണ്ടും എന്റെ പിക്ചർ ആണ് കാണിക്കുന്നത്. ഇതൊക്കെ സിംഗിൾ ലൈൻ ക്വസ്റ്റ്യൻസ് ആണ്. ലിവറിൽ അമോയിലോയിഡ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ LFT will be normal even at the advanced stage. അഡ്വാൻസ്ഡ് സ്റ്റേജിലാണെങ്കിൽ പോലും എന്താണ്, LFT will be normal. അതുപോലെ നമ്മൾ പറയാലോ RFT എത്ര ശതമാനം കിഡ്നി ഡാമേജ് വരുമ്പോഴാണ് RFTയിൽ ചേഞ്ചസ് വരുന്നത്? ഇപ്പൊ പറഞ്ഞു നമ്മള് amyloidosis of the liverൽ LFT will be normal even in the advanced stage. അഡ്വാൻസ്ഡ് സ്റ്റേജിലാണെങ്കിൽ പോലും LFT നോർമൽ ആണ്. അപ്പൊ RFT നമ്മൾ പറയില്ലേ, നമ്മൾ എപ്പോഴും ബ്ലഡ് റൊട്ടീൻ ചെയ്യുമ്പോൾ RFT നോർമൽ ആണ്. പെട്ടെന്ന് നമ്മൾ ഈ കിഡ്നി ഫെയിലിയറിലോട്ടൊക്കെ പേഷ്യൻസ് പോകും. എന്തുകൊണ്ടാണ് അങ്ങനെ? RFT അതുവരെ നോർമൽ ആയിരുന്നവർക്ക് പെട്ടെന്ന് ഒന്ന് ചെറിയൊരു അബ്നോർമാലിറ്റി കണ്ടാൽ തന്നെ കിഡ്നി ലിവറിന്റെ വലിയ സ്റ്റേജസിലായിരിക്കും പോകുന്നത്. എത്ര പെർസെന്റേജ് ഓളം കിഡ്നി ഡാമേജ് ആയിട്ടായിരിക്കും RFTയിൽ ചേഞ്ചസ് കാണുന്നതെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? 50% of the kidney damage വന്നതിന് ശേഷം മാത്രമേ RFTയിൽ ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യുള്ളൂ. വലിയ ചേഞ്ചസ് റിഫ്ലക്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മുടെ കിഡ്നി ഡാമേജിലോട്ടൊക്കെ CKDയിലോട്ടൊക്കെ പോകുന്നത്. ഓക്കെ, നമ്മൾ കാരണം RFT അല്ലേ എപ്പോഴും ചെയ്ത് നോക്കുള്ളൂ. അപ്പൊ അതിൽ ചേഞ്ചസ് ഇല്ല എന്നൊക്കെ പറയും. മിക്കവാറും നമ്മൾ ഈ 6 മാസം കൂടുമ്പോഴൊക്കെ ലോങ് ടേം വലിയ അതായത് നല്ല ഡോസേജ് മരുന്ന് കഴിക്കുന്ന ഒരു 6 months കോഴ്സിൽ എപ്പോഴും RFT LFT ഒക്കെ ചെക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പം ആ സമയത്ത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണെങ്കിലും ചെറിയ ചേഞ്ചസ് കാണുള്ളൂ. വലിയ ചേഞ്ചസ് ആണെങ്കിൽ 50% ഓഫ് കിഡ്നി ഡാമേജ് വരുമ്പോഴാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, അടുത്തത് അമൈലോയിഡോസിസ് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിന് അമൈലോയിഡോസിസ് കാരണം ഉണ്ടാക്കുന്ന അരിത്തീമിയയും പിന്നെ ഏത് ഡിസ്ഫങ്ഷനാണ്? ഡയസ്റ്റോളിന്റെ ഡിസ്ഫങ്ഷനുമാണ് ഉണ്ടാക്കുന്നത്. ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് സെക്കൻഡറി അമൈലോയിഡോസിസ്. സെക്കൻഡറി അമൈലോയിഡോസിന്റെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഫ്രീക്വന്റ്ലി എഫക്റ്റഡ് ഓർഗൻ ഇൻ അമൈലോയിഡോസിസ് എന്ന് പറഞ്ഞാൽ കിഡ്നി എന്ന് പറഞ്ഞു. പക്ഷെ ബയോപ്സി ചെയ്യുമ്പോൾ മോസ്റ്റ് കോമൺലി ബയോപ്സി എടുക്കുന്നത് റെക്ടത്തിൽ നിന്നാണ്. ഗ്രേറ്റർ ദാൻ കിഡ്നി. റെക്ടം കഴിഞ്ഞിട്ട് മാത്രമേ കിഡ്നിന്ന് ബയോപ്സി എടുക്കാനുള്ള ചാൻസ് ഉള്ളൂ. ആദ്യം ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റെക്ടത്തിൽ നിന്നായിരിക്കും മോർ പ്രിഫറൻസ്. പിന്നെ ദ മോസ്റ്റ് സ്പെസിഫിക് ബയോപ്സിയുടെ സൈറ്റ് എന്ന് പറയുന്നത് അബ്ഡോമിനൽ ഫാറ്റ് പാഡ് ആസ്പിറേറ്റ്. The most common familial form of amyloidosis എന്ന് പറയുന്നത് familial Mediterranean fever. And in primary systemic amyloidosis രണ്ട് സൈൻ ഓഫ് ഇമ്പോർട്ടന്റ് ആണ്. പിഞ്ച് പർപ്യൂറിയം റക്കൂണൈസിൻ. പ്രൈമറി സിസ്റ്റമിക് അമൈലോയിഡോസിസ് കാരണം നമുക്ക് രണ്ട് സൈൻ ഇമ്പോർട്ടന്റ് ആണ്. പിഞ്ച് പർപ്യൂറിയം റക്യൂണൈസിൻ. ഇത് ശരിക്കും എല്ലാം സിംഗിൾ ലൈൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ജസ്റ്റ് ഞാൻ അങ്ങനെ വൺ ലൈനേഴ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നുള്ളൂ അമൈലോയിഡോസിസിനെ കുറിച്ച്. അതിൽ ഈ റക്കൂണൈസിനും പിഞ്ച് പർപ്യൂറിയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രൈമറി സിസ്റ്റമിക് അമൈലോയിഡോസിസിലാണ് കാണുന്നത്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അലോപ്പതി ചോദിച്ചാണ്. പിഞ്ച് പർപ്യൂറിയം ഡയഗ്നോസ്റ്റിക് ഓഫ് എ systemic primary amyloidosis, B secondary systemic amyloidosis, C idiopathic thrombocytopenic purpura and D drug induced purpura. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? പിഞ്ച് പർപ്യൂറ സിസ്റ്റമിക് പ്രൈമറി അമൈലോയിഡോസിസിൽ. ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. സിസ്റ്റമിക് പ്രൈമറി അമൈലോയിഡോസിസിൽ കാണുന്ന സൈനാണ് പിഞ്ച് പർപ്യൂറയും റക്കൂൺ ഐസൈൻ. ഈ റക്കൂൺ ഐസൈൻ പിഞ്ച് പർപ്യൂറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണ് പ്രൈമറി സിസ്റ്റമിക് അമൈലോയിഡോസിസിൽ കാണുന്നത്. പിന്നെ റക്കൂൺ ഐസൈൻ എന്ന് പറഞ്ഞാൽ ഈ കണ്ണിന് ചുറ്റും കാണുന്ന ഈ ഒരു ഡിസ്കളറേഷൻ വിച്ച് ഇസ് വെരി സിമിലർ ടു ദ ഡിസ്കളറേഷൻ സീനിനെ റക്കൂൺ എന്ന് പറയുന്ന ഒരു അനിമൽ. ഇതാണ് റക്കൂൺ. റക്കൂൺ എന്ന് പറഞ്ഞ അനിമൽ ഇതാണ്. ഇതിന്റെ കണ്ണിന് ചുറ്റും ഇരിക്കുന്ന പോലെയല്ലേ ഈ മനുഷ്യന്റെ കണ്ണിന് ചുറ്റും ഇരിക്കുന്നത്? അതാണ് പ്രൈമറി സിസ്റ്റമിക് അമൈലോയിഡോസിസിൽ കാണുന്നത്, ഈ അനിമലിന് ചുറ്റും ഇരിക്കുന്ന പോലെ. ഓക്കെ, റക്കൂൺ ഐസൈൻ എന്ന് പറഞ്ഞാൽ മെഡിക്കലി നോൺ ആസ് പെരിഓർബിറ്റൽ എക്തേമോസിസ്. This describes bruising and discoloration around a person's eyes that resemble the dark circles around a raccoon eye.
ഇത് എപ്പോഴൊക്കെ കാണുന്നേ? ബേസൽ സ്കൾ ഫ്രാക്ചർ നമ്മളെ സ്കളിന്റെ ബാക്കിൽ ഫ്രാക്ചർ വരുന്ന സമയം, ക്രേനിയോട്ടമി, ഫേഷ്യൽ ഫ്രാക്ചേഴ്സ് ആൻഡ് ന്യൂറോബ്ലാസ്റ്റോമ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റെക്കൂൺ ഐസൈ എവിടെ കാണുന്നു? ഐസൈൻ കാണുന്നത് പ്രൈമറി സിസ്റ്റമിക് അമൈലോയിഡോസിസ് ആണ്. അത് കൂടാതെ അത് എവിടെയൊക്കെ കാണുന്നു? ബേസൽ സ്കൾ ഫ്രാക്ചർ, ക്രേനിയോട്ടോമി, ഫേഷ്യൽ ഫ്രാക്ചേഴ്സ്, ന്യൂറോബ്ലാസ്റ്റോമ. അടുത്തത് ത്രോംബൈ. സാർ ത്രോംബയും കൂടെ തുടങ്ങിയ തീരത്തില്ല, ഇനി ഒരു കുറച്ചുകൂടി എടുക്കട്ടെ. ഹലോ ഡോക്ടർ, ഇന്ന് തീർക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിർത്താം, കുഴപ്പമില്ല ഡോക്ടർ, ടെൻഷൻ ആവണ്ട. അല്ല, കുറച്ചുകൂടി സാർ, ഞാൻ എടുക്കട്ടെ. കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഡോക്ടറെ, ഇന്ന് തീർക്കാൻ പറ്റില്ലെങ്കിലേ ഞാൻ മാക്സിമം ഒരു 6:45 വരെ ഞാൻ എടുക്കാൻ പറ്റും സാർ. എനിക്ക് എടുത്തോളൂ. അല്ല, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പോർഷൻ തുടങ്ങി തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ തുടങ്ങണമെന്നില്ല, അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന വരെ എടുത്തോളൂ. അല്ല, ത്രോംബൈ എടുക്കാൻ പറ്റും സാർ, കുഴപ്പമില്ല. ത്രോംബൈ എംബോളിസം ത്രോംബൈ എടുത്തോ. ഓക്കെ സാർ, ഓക്കെ. ബാക്കി നമുക്ക് പിന്നെ പറയാം, സമയമുണ്ട്. ശരി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫാക്ഷൻ, റെഡ് ഇൻഫാക്ഷൻ ഉണ്ട്, പെയിൽ ഇൻഫാക്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് ത്രോംബൈയിൽ തന്നെ ആർട്ടീരിയൽ ത്രോംബൈ ഉണ്ട്, വീനസ് ത്രോംബൈ ഉണ്ട്. ആർട്ടീരിയൽ ത്രോംബൈ എന്ന് പറഞ്ഞാൽ ദേ പ്രൊഡ്യൂസസ് ഇസ്കീമിയ ആൻഡ് ഇൻഫാക്ഷൻ ഡ്യൂ ടു എൻഡോതീലിയൽ ഇഞ്ചുറി. എൻഡോതീലിയത്തിൽ എന്തെങ്കിലും ഇഞ്ചുറി കൊണ്ടിട്ടാണ് അവര് ഇസ്കീമിയും ഇൻഫാക്ഷനും ഉണ്ടാക്കുന്നത്. ഇവിടെ ഏറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു ഡ്രൈ ഗാംഗ്രീനും വെറ്റ് ഗാംഗ്രീനും തമ്മിൽ സെപ്പറേഷൻ പറയുന്ന പോലെ ഈ ആർട്ടീരിയൽ ത്രോംബൈയും വീനസ് ത്രോംബൈയും സെപ്പറേഷൻ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ദാറ്റ് ഈസ് ലൈൻ ഓഫ് സാൻഡ്. ലൈൻ ഓഫ് സാൻഡ് വിൽ ബി പ്രസന്റ് ഇൻ ഏത് ത്രോംബൈ? ആർട്ടീരിയൽ ത്രോംബൈ. എന്താണ് ഈ ലൈൻ ഓഫ് സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റിംഗ് ബാൻഡ്സ്. ഇതിൽ നോക്കി അറിയാം, ഒരു കോളം റെഡ്, പിന്നെ അത് കഴിയുമ്പം കുറച്ചുകൂടി ലൈറ്റ് റെഡ്, പിന്നെയും ഡാർക്ക്. അതായത് ഓൾട്ടർനേറ്റ് ചെയ്ത് റെഡ് ബാൻഡ്സും പിന്നെ പെയിൽ ബാൻഡ്സും അങ്ങനെ കാണുന്നതിനാണ് ലൈൻ ഓഫ് സാൻഡ് എന്ന് പറയുന്നത്. ഇത് കാണുന്നത് ഏത് ത്രോംബൈലാണ്? ഇത് കാണുന്നത് ആർട്ടീരിയൽ ത്രോംബൈലാണ്. കാരണം ഈ റെഡ് ആയിട്ട് കാണുന്നത് RBC എന്നും പെയിൽ ആയിട്ട് കാണുന്ന പ്ലേറ്റ്ലെറ്റ്സും ഫൈബ്രിനും ആണ്. ഓൾട്ടർനേറ്റിംഗ് ബാൻഡ്സ് ഓഫ് റെഡ് ആൻഡ് പെയിൽ ബാൻഡ്സ് കാണുന്നതിനാണ് ലൈൻ ഓഫ് സാൻഡ് എന്ന് പറയുന്നത്. ഈ സാധനം കാണുന്നത് ആർട്ടീരിയൽ ത്രോംബൈ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ത്രോംബൈ നമ്മളൊരു സാധനം എടുത്ത് നമ്മൾ സ്പെസിമെൻ ആയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഇത് ആർട്ടീരിയൽ ത്രോംബൈ ആണ്. ഓക്കെ. Growth of clot is in the retrograde manner from the point of attachment. ഇത് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ആർട്ടീരിയൽ ത്രോംബൈയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ retrograde, ബാക്കിലോട്ടാണ്. ഫ്രം ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്, എവിടെ നിന്നാണ് തുടങ്ങുന്നത് അതിന്റെ ബാക്കിലോട്ടാണ് അതിന്റെ വളർച്ച വരുന്നത്. ഇമ്പോർട്ടന്റ്, ആർട്ടീരിയൽ ത്രോംബൈയിൽ ലൈൻ ഓഫ് സാൻഡ് പ്രസന്റ് ആണ്. ദാറ്റ് ഇസ് ഓൾട്ടർനേറ്റിംഗ് ബാൻഡ് ഓഫ് പെയിലും ഡാർക്ക് കളേഴ്സും. പെയിൽ എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റും ഡാർക്ക് എന്ന് പറയുന്ന RBCയും കൂടി കളഞ്ഞതാണ്. അതിന്റെ എന്താ പ്രത്യേകത? ഗ്രോത്ത് ഓഫ് ദ ക്ലോട്ട് ഇസ് ഇൻ retrograde manner from the point of attachment. ഓക്കെ. ആർട്ടീരിയൽ ത്രോംബൈ കാരണം എന്തൊക്കെ അതിന്റെ എഫക്ട് എന്താണ്? അത് ഒരു സ്ഥലത്തോട്ട് ചെന്ന് അടങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഇസ്കീമിയും ഇൻഫാക്ഷനും ഉണ്ടാക്കുന്നു. ഓക്കെ, ഇതാണ് ആർട്ടീരിയൽ ത്രോംബൈ. പിന്നെ കാണുന്നത് വീനസ് ത്രോംബൈ. വീനസ് ത്രോംബൈയുടെ വേറെ പേര് റെഡ് ത്രോംബൈ എന്നാണ്. തെറ്റിക്കരുത്, ആർട്ടീരിയൽ ത്രോംബൈ എന്ന് കേൾക്കുമ്പോൾ റെഡ് ത്രോംബൈ എന്ന് പറയുന്നത്. വീനസ് ത്രോംബൈയുടെ വേറെ പേരാണ് റെഡ് ത്രോംബൈ. വീനസ് ത്രോംബൈ ആണെങ്കിൽ ദേ പ്രൊഡ്യൂസസ് എംബോളിസം, എഡിമ ആൻഡ് സ്കിൻ അൾസേഴ്സ്. It is due to the stasis of the blood flow. മറ്റെവിടെയാണെങ്കിൽ എന്താ? ഡ്യൂ ടു എൻഡോതീലിയൽ ഇഞ്ചുറി ആണെങ്കിൽ വീനസ് ത്രോംബൈ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ബ്ലഡ് ഫ്ലോയിൽ ഉണ്ടാകുന്ന സ്റ്റാസിസ് കാരണമാണ് വീനസ് ത്രോംബൈ ഉണ്ടാകുന്നത്. അത് കാരണം ബ്ലഡ് ഫ്ലോയിന്റെ സ്ലോനെസ് കാരണം വീനസ് ത്രോംബൈ ഉണ്ടാകുന്നു. വീനസ് ത്രോംബൈ കാരണം എംബോളിസവും എഡിമയും ഒക്കെ ഉണ്ടാകുന്നു. ഓക്കെ. It occurs in the slow moving blood in the veins. ഇവിടെ എന്താ പ്രത്യേകത? ഗ്രോത്ത് ഓഫ് ദ ക്ലോട്ട് ഇസ് ഇൻ ആന്റിഗ്രേഡ് മാനർ. ആന്റിഗ്രേഡ് മാനർ ഫ്രണ്ടിലോട്ടാണ്, ഫ്രം ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്. ആർട്ടീരിയൽ ത്രോംബൈൻ എന്തായിരുന്നു? retrograde manner ആയിരുന്നു. പക്ഷെ വീനസ് ത്രോംബൈ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ടാണ്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഡ്യൂ ടു ദ സ്ലോയിങ് ഓഫ് ദ ബ്ലഡ് ബ്ലഡ് ഫ്ലോ. ബ്ലഡ് ഫ്ലോ പയ്യെ ആവുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? വീനസ് ത്രോംബൈ ഉണ്ടാകുന്നത്. ആർട്ടീരിയൽ ത്രോംബൈ എന്തുകൊണ്ടാണ്? എൻഡോതീലിയൽ ഇഞ്ചുറി കൊണ്ടിട്ടുണ്ടാകുന്നത്. വീനസ് ത്രോംബൈ കാരണം ആഫ്റ്റർ എഫക്ട് എന്താണ്? എംബോളിസവും എഡിമയൊക്കെ ഉണ്ടാകുന്നു. ആർട്ടീരിയൽ ത്രോംബൈയുടെ ആഫ്റ്റർ എഫക്ട് എന്താണ്? ഇൻഫാക്ഷനും എന്താണ്? അവിടുത്തെ ഒരു
ഒരു ഇസ്കീമിയ ഉണ്ടാവുന്നു. ഇവിടെ ലൈൻ ഓഫ് സാൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ആർട്ടീരിയൽ ത്രോംബൈ കാണുന്ന സാധനമാണ് ലൈൻ ഓഫ് സാൻ. ഓൾട്ടർനേറ്റിംഗ് ബാൻഡ്സ് ഓഫ് ഡാർക്ക് ആൻഡ് ലൈറ്റ്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ RBC, ലൈറ്റഡ് പ്ലേറ്റ്ലെറ്റ്സും ഫൈബ്രിനുമാണ്. ഇനി വീനസ് ത്രോംബൈയുടെ ഗ്രോത്ത് എങ്ങനെയാണ്? ആന്റിഗ്രേഡ് മാനറിലാണ്. മറ്റേതിലാണെങ്കിലോ റിട്രോഗ്രേഡ് മാനറാണ്. ഓക്കെ, ഇതിപ്പൊ ഞാൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആണെന്ന് തോന്നും. പക്ഷെ മനസ്സിരുത്തി വായിച്ചില്ലെങ്കിൽ അവസാനം കൺഫ്യൂഷൻ ആവും. ഏതിനാണ് ആന്റിഗ്രേഡ്, ഏതിനാണ് റിട്രോഗ്രേഡ്, ഏതിനാണ് ലൈൻ ഓഫ് സാൻ കാണുന്നത്, അതൊക്കെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇതിലാണ് വീനസ് ത്രോംബൈയിൽ കാണുന്ന ചേഞ്ചസ്. ഇനി കാർഡിയാക് ത്രോംബൈ. കാർഡിയാക് ത്രോംബൈ എപ്പോഴാണ് മോർ കോമൺ ഇൻ ഏട്രിയൽ അപ്പൻഡേജ്. റൈറ്റ് ഏട്രിയത്തിലാണ് എപ്പോഴും കാർഡിയാക് ത്രോംബൈ കോമൺ ആയിട്ട് കാണുന്നത്. അപ്പം സോ കാർഡിയാക് ത്രോംബൈ എവിടെയാണ് കോമൺലി കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺലി ഇൻ ഏട്രിയൽ അപ്പൻഡേജസ്, എസ്പെഷ്യലി ഇൻ ദ റൈറ്റ് ഏട്രിയം. ഇനി ബോൾ വാൽവ് ത്രോംബസ് എന്ന സാധനമുണ്ട്. ഇറ്റ് ഇസ് സീൻ ഇൻ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ട് ദ മിട്രൽ വാൽവ്. മിട്രൽ വാൽവിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഒരു ത്രോംബസ് ആണ് ബോൾ വാൽവ് ത്രോംബസ്. ബോൾ വാൽവ് ത്രോംബസ് ഒബ്സ്ട്രക്ട്സ് ദ മിട്രൽ വാൽവ്. കാർഡിയാക് ത്രോംബൈ കാണുന്ന സ്ഥലം റൈറ്റ് ഏട്രിയം. ദെൻ അഗോണൽ ത്രോംബൈ. ഇപ്പൊ ത്രോംബൈ പറയുമ്പോൾ അതിനെ കുറിച്ചുള്ള എന്തൊക്കെ ത്രോംബൈ ഉണ്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നേ ഉള്ളൂ കേട്ടോ. അഗോണൽ ത്രോംബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കുന്നതിന് തൊട്ട് മുൻപേ ഫോം ചെയ്യുന്ന ഒരു സാധനമാണ് അഗോണൽ ത്രോംബൈ. ഇറ്റ് ഇസ് ഫോം ഷോർട്ട്ലി ബിഫോർ ദ ഡെത്ത്. ഒക്കേഴ്സ് ഇൻ ഐദർ ഓർ ബോത്ത് ദ വെൻട്രിക്കിൾസ്. ഒന്നോ അല്ലെങ്കിൽ രണ്ട് വെൻട്രിക്കിൾസിനെ ഒരുമിച്ച് ഉണ്ടാകുകയോ ചെയ്യുന്ന ഒരു ത്രോംബൈയാണ് അഗോണൽ ത്രോംബൈ. ഇറ്റ് ഇസ് കമ്പോസ് മെയിൻലി ഓഫ് ഫൈബ്രിൻ. സോ നമ്മൾ മരിക്കുന്നതിന് തൊട്ട് മുൻപേ നമ്മുടെ വെൻട്രിക്കിൾസിൽ ഉണ്ടാകുന്ന ഒരു ത്രോംബൈയാണ് അഗോണൽ ത്രോംബൈ. ഇറ്റ് ഇസ് ഫോം ഇറ്റ് ഇസ് കമ്പോസ്ഡ് മെയിൻലി ഓഫ് ഫൈബ്രിൻ. ഓക്കെ, അഗോണൽ ത്രോംബൈ. ഇറ്റ് ഇസ് ഫോം ഷോർട്ട്ലി ബിഫോർ ദ ഡെത്ത്. ദെൻ ഫേറ്റ് ഓഫ് ദ ത്രോംബസ്. ഒരു ത്രോംബസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തൊക്കെ ഫേറ്റ് സംഭവിക്കാം? ഒന്ന്, ആ ഫേറ്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഒന്ന്, ഓർഗനൈസ് ചെയ്യാം. 3, ത്രോംബോ എംബോളിസത്തിലോട്ട് പോവാം. 4, വേണമെങ്കിൽ റെസൊല്യൂഷൻ പോവാം. 5, ഈ ഉണ്ടായ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകും. ദാറ്റ് ഇസ് റീകനാലൈസേഷൻ. സോ ഇറ്റ് ക്യാൻ പ്രൊപ്പഗേറ്റ്, it can organize, it can undergo resolution, it can undergo recanalization, or it produces thromboembolism. So these are the 5 fate of thrombus: propagation, organization, thromboembolism, resolution, and the recanalization. Okay, ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ഫേറ്റ് ഓഫ് ത്രോംബസ്? ഓക്കെ, അപ്പൊ ത്രോംബസ് കഴിഞ്ഞു. ത്രോംബസിന്റെ ആർട്ടീരിയൽ ത്രോംബൈ പറഞ്ഞു. വീനസിന്റെ വേറെ പേര് റെഡ് ത്രോംബൈ ആണെന്ന് പറഞ്ഞു. ആർട്ടീരിയൽ ത്രോംബൈയുടെ പ്രത്യേക ലൈൻ ഓഫ് സാൻ ഉണ്ടെന്ന് പറഞ്ഞു. വീനസ് ത്രോംബൈയുടെ കാര്യങ്ങൾ പറഞ്ഞു. വീനസ് ത്രോംബൈ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? സ്ലോനെസ് ഓഫ് ദ ബ്ലഡ് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്ത എംബോളിസം. എംബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ ഓഫ് സം പാർട്ട് ഓഫ് ദ CVS by any mass carried in the circulation. ഏതെങ്കിലും ഒരു മാസ് കൊണ്ട് പാർഷ്യൽ കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ ഓഫ് സം പാർട്ട് ഓഫ് ദ CVS നമ്മൾ എംബോളിസം എന്ന് പറയുന്നത്. മിക്കവാറും 90% ത്രോംബോ എംബോളെ ആയിട്ടായിരിക്കും ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. പാർഷ്യൽ ഓർ കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ സം പാർട്ട് ഓഫ് ദ CVS by any mass carried in the circulation is known as embolism. Okay. ഇനി പാരഡോക്സിക്കൽ എംബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരഡോക്സിക്കൽ, ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലോട്ട്. എംബോളസ് ഫ്രം ദ വീനസ് സൈഡ് ടു ദ ആർട്ടീരിയൽ സൈഡ്, അല്ലെങ്കിൽ ആർട്ടീരിയൽ സൈഡിൽ നിന്ന് വീനസ് സൈഡിലോട്ട് റീകനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ വീനസ് സൈഡിൽ നിന്ന് ആർട്ടീരിയൽ സൈഡിലോട്ട് ചാടുന്ന എംബോളസിന്റെ പേരാണ് പാരഡോക്സിക്കൽ എംബോളസ്. എക്സാമ്പിൾ അത് എങ്ങനെ പോകാൻ പറ്റും? AV ഷണ്ട് ഉള്ള കണ്ടീഷൻ അല്ലെങ്കിൽ സെപ്റ്റം ഡെഫിഷ്യന്റ് ആയിട്ടുള്ള കണ്ടീഷനിലാണല്ലോ ആർട്ടിയിൽ നിന്ന് വീനസ്, വീനസ് നിന്ന് ആർട്ടിൽ ചാടി കളിക്കാൻ പറ്റുന്ന എംബോളസ് ഏതാണെന്ന് വെച്ചാൽ പാരഡോക്സിക്കൽ എംബോളസ്. ത്രോംബൈ വിച്ച് ഇസ് ഫോം ഷോർട്ട്ലി ബിഫോർ ദ ഡെത്ത് എന്തായിരുന്നു? ഏത് ത്രോംബൈ ആയിരുന്നു? മരിക്കുന്ന തൊട്ട്. ഓക്കെ, അടുത്തത് റെട്രോഗ്രേഡ് എംബോളസ്. ഈ പാരഡോക്സിക്കൽ എംബോളസ് പോലെ തന്നെ റെട്രോഗ്രേഡ് എംബോളസ് ഉണ്ട്. റെട്രോഗ്രേഡ് എംബോളസ് നമ്മൾ എന്താണ്? നമ്മുടെ പ്രോസ്റ്റേറ്റിലൊക്കെ ക്യാൻസർ വരുമ്പോഴേക്ക് നമ്മുടെ സ്പൈനിൽ ഡെപ്പോസിറ്റ് വരില്ലേ, അതിനെ പറയുന്ന പേരാണ് റെട്രോഗ്രേഡ് എംബോളസ്. ദാറ്റ് ഇസ് മെറ്റാസ്റ്റാറ്റിക് ഡെപ്പോസിറ്റ് ഇൻ ദ സ്പൈൻ ഫ്രം ദ prostate. That is retrograde embolism. Okay. അപ്പം ഇത്രയാണ് എംബോളിസത്തിന്റെ കാര്യങ്ങൾ. ദെൻ പൾമണറി. ഇപ്പൊ നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത് എംബോളിസം, പൾമണറി ത്രോംബോ എംബോളിസം ഒക്കെ ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സാധനമാണ്. DVT, പൾമണറി ത്രോംബോ എംബോളിസം. സോ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതൊക്കെ നമുക്ക് കുറച്ച് മോസ്റ്റ് കോമൺ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കാം. പൾമണറി ത്രോംബോ എംബോളിസം മോസ്റ്റ് കോമൺ ആൻഡ് ഫേറ്റൽ ഫോം ഓഫ് വീനസ് ത്രോംബോ എംബോളിസം. വീനസ് ത്രോംബോ എംബോളിസിലെ മോസ്റ്റ് കോമണും ഫേറ്റൽ ഫോമും എന്ന് ചോദിച്ചാൽ ഏതാന്ന് ചോദിച്ചാൽ പൾമണറി ത്രോംബോ എംബോളിസം ആണ്. ഓക്കെ,
ദെൻ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറഞ്ഞാൽ ബെഡ് റിഡൻ പേഷ്യൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ പേഷ്യൻസിലാണ് ഈ പൾമണറി ത്രോംബോ എംബോളിസം കാണുന്നത്. ആൻഡ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ വെയിൻസ് ഓഫ് ദ ലോവർ ലിംസ്, കാലിലെ വെയിൻസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ പൾമണറി ത്രോംബോ എംബോളിസം മോസ്റ്റ് കോമൺ ആൻഡ് ഫേറ്റൽ ഫോം ഓഫ് വീനസ് ത്രോംബോ എംബോളിസം. മോസ്റ്റ് കോമൺ കോസ് ബെഡ് റിഡൻ പേഷ്യൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിഡൻ പേഷ്യൻസിലാണ്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ വെയിൻസ് ഓഫ് ദ ലോവർ ലിംബിലാണ്. ദെൻ സാഡിൽ എംബോള എന്നൊരു സാധനമാണ്. സാഡിൽ എംബോള എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ത്രോംബൈ വിച്ച് ഇസ് സീൻ അറ്റ് ദ ബൈഫർക്കേഷൻ ഓഫ് ദ മെയിൻ പൾമണറി ആർട്ടറി. മെയിൻ പൾമണറി ആർട്ടറി ബൈഫർക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന സ്ഥലത്ത് കാണുന്ന എംബോളയുടെ പേരാണ് സാഡിൽ എംബോള. ചില ഇങ്ങനത്തെ പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. അതായത് സാഡിൽ എംബോള ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കുക എന്താണ് സാഡിൽ എംബോള? ആ ബൈഫർക്കേഷൻ ഓഫ് ദ പൾമണറി ആർട്ടറി കാണുന്ന എംബോള. സിമ്പിൾ ആയിട്ട് നമുക്ക് അത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എഗോണൽ ത്രോംബൈ, അത് ഒരു ഡെത്തിന് മുൻപേ ജസ്റ്റ് ബിഫോർ ഡെത്തിന് ഫോം ചെയ്യുന്ന ഒരു ത്രോംബയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കുത്താൻ പറ്റൂ. കറക്കി കുത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിനെ കുറിച്ച് ഒരു അറ്റ്ലീസ്റ്റ് ബോധം വേണ്ടേ. അപ്പം അതുപോലെ സാഡിൽ എംബോള എന്താണെന്ന് അറിഞ്ഞാൽ ഓക്കെ. അടുത്തത് നമ്മൾ ത്രോംബയുടെ എഫക്റ്റ് പറഞ്ഞ പോലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, റീകാനലൈസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ എംബോളിസിനും എഫക്റ്റ് ഉണ്ട്. എംബോളിസം എഫക്ട് ചെയ്യുന്നത് ഒന്നീ സഡൻ ഡെത്ത്, അല്ലെങ്കിൽ അക്യൂട്ട് കോർ പൾമണൈൽ, അല്ലെങ്കിൽ പൾമണറി ഇൻഫാക്ഷൻ, അല്ലെങ്കിൽ പൾമണറി ഹെമറേജ്, അല്ലെങ്കിൽ അത് റെസൊല്യൂഷൻ ചെയ്യാം, അല്ലെങ്കിൽ പൾമണറി ഹൈപ്പർടെൻഷൻ, ആർട്ടീരിയോസ്ക്ലീറോസിസ്. ഇതെന്താ ഇങ്ങനെ എഫക്റ്റ് എടുത്ത് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എഫക്ട് ഓഫ് എംബോളെ എന്ന് ചോദിക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ദ എഫക്ട് ഓഫ് എംബോളെ എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഏതാണ് എംബോളയെ കൊണ്ട് ഉണ്ടാവാത്തതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ എംബോളയെ കൊണ്ട് ഉണ്ടെന്ന സാധനങ്ങൾ sudden death, acute core pulmonale, pulmonary infarction, pulmonary hemorrhage, resolution, pulmonary hypertension and arteriosclerosis. Okay. ഇനി എയർ എംബോളിസം. നമുക്ക് എപ്പോഴും അറിയാം എയർ എംബോളിസം കുറിച്ച് വലുതായിട്ട് പറയേണ്ട കാര്യമില്ല. ഹെഡ് ആൻഡ് നെക്ക് ട്രോമയിലും ഒബ്സ്ട്രക്റ്റിക് ട്രോമയിലും കാണുന്നതാണ്. വീനസ് അതായത് വെയിൻസിൽ കൂടെയാണ് എയർ കയറി എംബോള ഉണ്ടാക്കുന്നതെങ്കിൽ കോമൺ കോസ് ഹെഡ് ആൻഡ് നെക്ക് ട്രോമയും ഒബ്സ്ട്രക്റ്റിക്കൽ ട്രോമയാണ്. പക്ഷെ ആർട്ടീരിയൽ എയർ എംബോളിസം ആണെങ്കിൽ കാർഡിയോ തൊറാസിക് സർജറിയും ആൻജിയോഗ്രാഫിയാണ്. ആൻജിയോഗ്രാഫി ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന്. ആ റിസ്ക് ഫാക്ടേഴ്സിൽ ഒന്നാണ് എന്താണ് ആർട്ടീരിയൽ എയർ എംബോളിസം. ആൻജിയോഗ്രാഫിയും കാർഡിയോ തൊറാസിക് സർജറിയുടെയും റിസ്ക് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടീരിയൽ എയർ എംബോളിസും. ഹെഡ് ആൻഡ് നെക്ക് ട്രോമയും ഒബ്സ്ട്രക്റ്റിക്കൽ ട്രോമയിലും റിസ്ക് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്സ്ട്രക്റ്റിക്കൽ വീനസ് എയർ എംബോളിസം ആണ്. ഓക്കെ. Then coming into hypersensitivity reactions. പക്ഷേ ഹൈപ്പർസെൻസിറ്റീവ് റിയാക്ഷൻസ് തുടങ്ങി കഴിഞ്ഞാൽ തീരില്ല സാർ. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യട്ടെ. സാർ ഹൈപ്പർസെൻസിറ്റിവിറ്റി സ്റ്റോപ്പ് ചെയ്യട്ടെ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഡോക്ടർ, ഞങ്ങൾക്ക് കേൾക്കാം. സാർ ഉണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. സാർ എനിക്ക് 7 മണിക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പം ഒന്ന് ഞാൻ ഇറങ്ങിക്കോട്ടെ സാർ. മതിയാക്കിയോ? എന്തെങ്കിലും ആഡ് ചെയ്യാനോ? ഒരു കാര്യം ചെയ്യൂ, ഇനി എത്ര സ്ലൈഡ് ഉണ്ടാവും? സാർ എനിക്ക് ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ് എടുക്കണം. MHC സിസ്റ്റം പറയണം. അതിനകത്ത് ഈ HLA കുറിച്ച് സാധനങ്ങള്, നിയോപ്ലേഷ്യ പറഞ്ഞില്ല, അനാപ്ലേഷ്യ. നമുക്കൊരു 1 മണിക്കൂർ കൊണ്ട് തീരുമോ? ഇനി ഒരു മണിക്കൂറിൽ തീരും സാർ. 1 മണിക്കൂർ വേണ്ട, 1 മണിക്കൂറിൽ തീരും. 3/4 മണിക്കൂറൊക്കെ മതി. 1 മണിക്കൂറിൽ തീരും. സൺഡേ ആണ് മറ്റേ കല്യാണം അല്ലേ? സൺഡേക്ക് മുമ്പ് എടുക്കാൻ പറ്റുമോ? സമയം കിട്ടുമോ? ഞാനൊന്ന് നോക്കിയിട്ട് പറയാം സാർ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ടെൻഷൻ ആവണ്ട. ഇന്നത്തേൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഞാൻ ഫോണിൽ കൂടെയാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ സൗണ്ട് ക്ലിയറൻസ് അങ്ങനെ എന്തെങ്കിലും കേൾക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കേൾക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒരു അടുത്ത ദിവസം ചോദിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ സാർ ഞാൻ ലീവ് ചെയ്യട്ടെ. ഓക്കെ. അപ്പോ ഇന്ന് എന്തെങ്കിലും ക്ലിയർ ആകാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ അത് ചോദിക്കുക. അപ്പോ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നന്ദി പറഞ്ഞ് നിർത്തുന്നു. നമുക്ക് നാളത്തെ ക്ലാസ്സിന്റെ കാര്യം ഞാൻ പറയാം. നാളെ വൈകിട്ട് ഡോക്ടർ രാജേശ്വരിയുടെ ഓർഗനോൺ ക്ലാസ് ഉണ്ട്. ഉച്ചക്കലത്തെ കാര്യം ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ.
ഡോക്ടറെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. അത് ലോഡ് അല്ല, ബാക്കി ഒരു 1 അവറിന്റെ സെഷനോട് കഴിഞ്ഞിട്ടേ ഒന്നിച്ചുള്ള സ്ലൈഡാണ്, കുറെ സ്ലൈഡ് ഉണ്ട്, അതെല്ലാം കൂടെ അതുകൂടെ കഴിഞ്ഞിട്ട് അങ്ങ് ഷെയർ ചെയ്യും. ഓക്കെ, ഒരുമിച്ച് ഷെയർ ചെയ്താൽ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നോക്കാം, അത് ചെയ്യാം. സാർ അങ്ങനെയല്ല സാർ, ഇന്നത്തത് ഇന്ന് വായിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഓർമ്മ നിൽക്കും, അതുകൊണ്ടാണ്. അങ്ങനെയുണ്ട്, സ്ലൈഡ് ഷെയർ ചെയ്തേക്കാം, എന്റെ കയ്യിലുണ്ട്. പിന്നെ അതല്ല, പിന്നെ മൊത്തത്തിൽ ഒറ്റ ഇതിലായിട്ട് കിടക്കുകയാണ്. നോക്കട്ടെ, സ്ലൈഡ് നോക്കാം. ശരി എന്നാ. അപ്പൊ ഞാൻ എൻഡ് ചെയ്യണേ. ശരി സാർ, ശരി. ഓക്കെ, 8:30 നമുക്ക് ടെലഗ്രാമിൽ MCQ. ഓക്കെ.